admit 10. Wait a second. So we are studying. Once more, good afternoon to all. Sorry. അപ്പം നമ്മൾ പ്രസൻറ്റേഷൻ അവിടെ ഇട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്നാണ് വിശ്വാസം. കാണാൻ പറ്റുന്നില്ല എനിക്കൊന്ന് പറഞ്ഞേക്കണേ, നെറ്റ് കണക്ഷനൊക്കെ ഇച്ചിരി കുറവാണ്. ഓക്കെ, സോ ടുഡേയ്സ് ടോപ്പിക് ഈസ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ദി ഫിലിപ്സ് കർവ്. നമ്മളിന്ന് കൈകാര്യം ചെയ്ത 3 ടോപ്പിക്കാണ്, വളരെ ചെറിയ ടോപ്പിക്കാണ്. നമ്മൾ ഫിലിപ്സ് കർവിൻ്റെ ബേസിക്സൊക്കെ നമ്മൾ പഠിച്ച് സ്ഥിതിക്കുണ്ടല്ലോ, എല്ലാം ഒരുപോലെയൊക്കെ നമുക്ക് തോന്നും, ചെറിയ വ്യത്യാസമുള്ളൂ. ഈ വ്യത്യാസം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ടോപ്പിക്ക്, 3 ഭയങ്കര ചെറുതാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ചിലപ്പോൾ എസ് ആയിട്ട് ചോദിക്കും, അപ്പോൾ അത് നമ്മൾ ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് എഴുതി വെച്ചാൽ ഡയഗ്രത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് കൊടുത്താൽ മതി. കാരണം ഒരു ടോപ്പിക്ക് ചെറുതാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ വലിച്ചു നീട്ടിയാലും അതിൻ്റെ അകത്തൊരു അഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റാഷണൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ ആ സ്കൂൾ ഓഫ് തോട്ട്, അവരുടെ ഫിലിപ്സ് കർവാണ്, അല്ലെങ്കിൽ അവരുടെ വേർഷൻ ഓഫ് ഫിലിപ്സ് കർവാണ്. നമുക്ക് നോക്കാം. റാഷണൽ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ കുറേ ആൾക്കാരെ കണ്ടു, ഫിലിപ്സ് കർവിൻ്റെ ഒറിജിനൽ ആൾക്കാരെ നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോസ്റ്റ് നിയോ കൈനീഷ്യൻ ഫിലിപ്സ് കർവിനെ കുറിച്ച് കണ്ടു. പിന്നെ ആരെ നമ്മൾ കണ്ടു, പിന്നെ ഫ്രീഡ്മാൻ്റെ ഫിലിപ്സ് കർവിനെ കുറിച്ച് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ നെഹ്റു കണ്ടു, അല്ലേ? എല്ലാം അല്പം മാത്രം വ്യത്യാസം. ശരിക്കും ഒരു ഫിലിപ്സ് കർവ് കൊണ്ട് 5 തിയറി നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അത് ചെറിയ വ്യത്യാസമൊന്നുമില്ല, പ്രോസസ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞൊരു ഗ്രൂപ്പുകാരാണ്. മൈക്രോ എക്കണോമിക്സിൽ ഏറ്റവും അവസാനം വന്ന ഗ്രൂപ്പുകളിലൊന്നാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. അതിൻ്റെ ആൾക്കാർ ജോൺ മുത്ത്, റോബർട്ട് ഇ ലൂക്കാസ്, പിന്നെ തോമസ് സാർജൻ്റ്, ഇവരൊക്കെ തന്നെ. ഇവർക്ക് പലർക്കും നോബൽ പ്രൈസ് കിട്ടി. ഇവർ പറയുന്ന ആളുകൾ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ അനുസരിച്ച് അവർ ഭയങ്കര പെട്ടെന്ന് ഇക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ ഡിസൈൻ ചെയ്യും എന്നൊക്കെയാണ് ഇവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മോണിറ്ററിസ്റ്റുകളെക്കാളും അല്പം കൂടെ പ്രോഗ്രസീവ് ആണ് നമ്മൾ ഇവരുടെ ഒരു പ്രൊഫൈൽ പിക്ചർ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും. ഓക്കെ, സോ അവരാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. നമുക്ക് അവരെ കുറിച്ചുള്ള തിയറട്ടിക്കൽ സംഭവങ്ങൾ നമ്മളിപ്പോൾ പഠിക്കേണ്ട, അവർ ഫിലിപ്സ് കർവിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് മാത്രം നമ്മൾ നോക്കാം. ഓക്കെ, കമ്മിങ് ടു ദി ടോപ്പിക് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് and their interpretation of the Phillips curve. The concept or the school of thought of rational expectations first developed by John Muth. ഓക്കെ, മുത്ത് എന്നൊക്കെ പറഞ്ഞ ഒരു മലയാളി ലുക്കുള്ളതുകൊണ്ട് ഞാനെപ്പോഴും ഇദ്ദേഹത്തെ ഓർത്തിരിക്കും. നമ്മൾ പഠിക്കുന്ന കാലത്തോടെ തന്നെ ജോൺ മുത്തിന് വേറെ വല്ല അർത്ഥമായിരിക്കും, നമ്മുടെ മുത്തല്ലായിരിക്കും കേട്ടോ. ആൻഡ് ലേറ്റർ ഇലാബറേറ്റഡ് അപ്പോൺ റോബർട്ട് ഇ ലൂക്കാസ്. അതിനൊക്കെ ഭയങ്കര എക്കണോമിക്സ് ഭയങ്കര റെക്കഗ്നിഷൻ കിട്ടിയ ആളാണ് റോബർട്ട് ഇ ലൂക്കാസ്. ദെൻ തോമസ് സാർജൻ്റ്. ദേ പ്രൊവൈഡ് എ സ്ട്രോങ് തിയറിറ്റിക്കൽ കേസ് ദാറ്റ് ദർ കുഡ് ബി നോ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഈവൻ ഇൻ ദി ലോങ് റൺ. ഷോർട്ട് റൺ ലോട്ടോ, ലോങ് റൺ ഐ എം വെരി ലോങ് റൺ. അത് ഞാനൊന്ന് മാറ്റി എഴുതിക്കോളാവേ, എഴുതി വെച്ചില്ല, മറന്നു പോകും. ഈവൻ ഇൻ ദി ലോങ് റൺ എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോയി. ഐ എം വെരി സോറി, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഷോർട്ട് റണ്ണിൽ ട്രേഡ് ഓഫ് ഉണ്ട്, ഷോർട്ട് റണ്ണിൽ ട്രേഡ് ഓഫ് ഉണ്ട്. ഇൻഫ്ലേഷൻ കൂട്ടിയാണ് നമ്മൾ നോക്കിയത്. ലോങ് റണ്ണിൽ ഒരു കാരണവശാലും ട്രേഡ് ഓഫ് ഇല്ലെന്ന് ഇവർ പറഞ്ഞാൽ, ലോങ് റണ്ണിൽ പോലും ട്രേഡ് ഓഫ് ഇല്ലെന്ന്. ഹെൻസ് അണ്ടർ ദി റാഷണൽ എക്സ്പെക്റ്റേഷൻ സിസ്റ്റമാറ്റിക് മോണിറ്ററി പോളിസി ക്യാൻ ഹാവ് നോ ഇമ്പാക്റ്റ് ഓൺ റിലേറ്റീവ് പ്രൈസസ്, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇൻഫ്ലേഷൻ കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് കുറയ്ക്കാമെന്ന് ഈ പോയിന്റിലെത്താൻ നമ്മൾ വിചാരിക്കേണ്ട. മോണിറ്ററി പോളിസിക്ക് പോലും അങ്ങനെ ഇൻഫ്ലേഷൻ നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ however, if wages and prices are sticky and there are costs to acquiring information about job openings and so on, the activist monetary policies can still have real effects, perhaps for a considerable time. അപ്പോൾ ഇവർ പറഞ്ഞു തരാമെന്നറിയാം, നമ്മൾ വേജസും പ്രൈസസും ഒക്കെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻഫ്ലേഷൻ കൂടി അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു, ആ സിറ്റുവേഷനിൽ മോണിറ്ററി പോളിസി പരാജയപ്പെടാം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദിസ് ടോപ്പിക്. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇവിടെ ഒരു സെക്കൻഡ് എനിക്ക് തെറ്റ് കേട്ടോ. ഈ ഷോർട്ട് റണ്ണിൽ കറക്റ്റ് തന്നെയാണ്. ഷോർട്ട് റണ്ണിൽ പോലും ട്രേഡ് ഓഫ് പറ്റിയെന്ന് അവർ പറഞ്ഞു, ലോങ് റണ്ണിലല്ല, ഷോർട്ട് റണ്ണിൽ. കാരണം നമ്മൾ പഠിച്ച് തീരിക്കകത്ത് ഷോർട്ട് റണ്ണിൽ ട്രേഡ് ഓഫും ലോങ് റണ്ണിൽ നോ ട്രേഡ് ഓഫ് ആണല്ലോ പറഞ്ഞത്, ശരിയല്ലേ? അപ്പോൾ അവർ പറഞ്ഞ് ഷോർട്ട് റണ്ണിൽ പോലും ട്രേഡ് ഓഫ് ഇല്ല. അപ്പം ഇവിടെ എഴുതിയേക്കുന്നത് ശരിയാണ്, ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞ് തെറ്റാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ മാറിപ്പോൾ. നിങ്ങൾ പഠിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ, വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇതിനേക്കാളും നല്ലതാട്ടെ. ഓക്കെ, സോ വി വർ ഡിസ്കസിങ് അബൌട്ട് ദിസ് സ്കൂൾ ഓഫ് തോട്ട് വേർഷൻ ഓഫ് ഫിലിപ്സ് കർവ്. ഇനി ഇവരെന്താ പറഞ്ഞതെന്നറിയോ? അത് ഞാനിവിടെ കാണിച്ചു തരാം.
നമ്മൾ ഫിലിപ്സ് കർവ് നേരിട്ട് തന്നെ എടുക്കുക. അപ്പോൾ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ, നമ്മളിങ്ങനെ ലിറ്ററായിട്ട് പടത്തിൽ കൂടെ പറയുന്നതാണല്ലോ നമുക്കിഷ്ടം. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഫിലിപ്സ് കർവ്, മോണിറ്ററിസ്റ്റ് അവരെല്ലാം പറഞ്ഞ് ഇതാണ് എ പോയിൻ്റ്, ഇത് പോയിൻ്റ് ബി ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഇൻഫ്ലേഷൻ കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഓക്കെ, അതെല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ഇൻഫ്ലേഷൻ 2%. ഇൻഫ്ലേഷനാണോ? ഓക്കെ, നോക്കട്ടെ. ഇൻഫ്ലേഷൻ 2%, 6% നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ നെയ്റു എന്ത് വേണമെങ്കിലും വിളിച്ചു, നാച്ചുറൽ റേറ്റ് നമ്മൾ വിളിച്ചാൽ മതി. ഓക്കെ, 6%, ഇൻഫ്ലേഷൻ 2%, ഇൻഫ്ലേഷൻ കൂട്ടി 3%, അൺഎംപ്ലോയ്മെൻറ്റ് 4%ലേക്ക് കുറഞ്ഞു. എന്നിട്ട് അന്നേരം എന്ത് ചെയ്യും, ആളുകൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്താൽ നമ്മുടെ ഇൻഫ്ലേഷൻ 3% സ്ഥിരമാണ്, അതുകൊണ്ട് പുതിയൊരു ഫിലിപ്സ് കർവ് വരും, ഷോർട്ട് ടേം ഫിലിപ്സ് കർവ്. മനസ്സിലായല്ലോ? പിന്നെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതാണല്ലോ പറഞ്ഞത്, മോണിറ്ററിസ്റ്റൊക്കെ പറഞ്ഞത് ലോങ് റണ്ണിൽ എന്തില്ല, ട്രേഡ് ഓഫ് ഇല്ല, ഷോർട്ട് റണ്ണിൽ ദെർ ക്യാൻ ബി ട്രേഡ് ഓഫ് എന്നാണ് പറഞ്ഞത്. ഞാൻ മായ്ക്കാൻ നോക്കുന്നു കേട്ടോ, ഈ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഒന്ന് മായ്ച്ചോളൂ, ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട്. ഓക്കെ, സോ പക്ഷേ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസുകാർ പറഞ്ഞാൽ അറിയും, എയിൽ നിന്ന് ബിയിൽ നിന്നും സിയിലേക്കല്ല പോക്ക്, എയിൽ നിന്ന് സിയിലേക്കാണെന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ എയിൽ നിന്ന് എങ്ങോട്ട് പോകും, സിയിലേക്ക് പോകും. ഇവർ പറഞ്ഞ എയിൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസിന് മുമ്പുണ്ടായിരുന്ന മോണിറ്ററിസ്റ്റും മറ്റാൾക്കാരെല്ലാം പറഞ്ഞ എയിൽ നിന്ന് ബിയിൽ നിന്നും പിന്നെ സിയിലേക്ക് പോകും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ സിയിലേക്ക് വരുമെന്ന് പറഞ്ഞു. ഇവരങ്ങനെയല്ല പറഞ്ഞു, ആളുകൾ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡാണ്. പെട്ടെന്ന് തന്നെ ഇവർ റെസ്പോണ്ട് ചെയ്യും, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഇവർക്ക് പറ്റും. അതുകൊണ്ട് തന്നെ അറിയാം, ഇവർ എയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സിമ്പിളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്നും ബുക്കിലൊന്നും കാണില്ലായിരിക്കും. അപ്പം റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞ മൂവ് എങ്ങനെയാണെന്ന് അറിയാം, എയിൽ നിന്ന് സിയിലേക്കാണ്. അല്ലാതെ ഷോർട്ട് റണ്ണിൽ പോലും ട്രേഡ് ഓഫ് ഇല്ല. ഷോർട്ട് റണ്ണിൽ പോലും ഇൻഫ്ലേഷൻ കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് 4ലേക്ക് കുറയ്ക്കാമെന്ന് വിചാരിക്കേണ്ട. ആര് വിചാരിക്കേണ്ട? മോണിറ്ററി പോളിസിയുടെ ആൾക്കാർ വിചാരിക്കേണ്ട. മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ആളുകൾ ഇങ്ങനെ ഈ ചെറിയ ഇൻഫ്ലേഷൻ റേറ്റ് പെട്ടെന്ന് കൂടിയത് പോലും ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു അറിയാം, ഞങ്ങൾക്ക് കൂലി കിട്ടുന്നതാണെന്ന് പറയും. അപ്പോൾ എന്ത് സംഭവിക്കും, പ്രൈസ് എത്ര കൂടിയോ അതിനനുസരിച്ച് ആളുകളുടെ വേജ് റേറ്റ് കൂടും. അങ്ങനെ കൂടുന്നതുകൊണ്ട് എന്ത് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയില്ല, എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ പറ്റിയില്ല, അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മൂവ്മെൻറ്റ് എയിൽ സിയിലേക്കായിരിക്കും എന്നാണ് ആര് പറഞ്ഞത്, റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞത്. ഓക്കെ, സോ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഒരു ഫിലിപ്സ് കർവ് ഉള്ളത് ഇതാണ്. ഷോർട്ട് റണ്ണിൽ പോലും അത് തന്നെയാണ് കറക്റ്റ്. സോ അവർ പറഞ്ഞു, സോ ഈവൻ ഇൻ ദി ഷോർട്ട് റൺ ദർ കനോട്ട് ബി എനി ട്രേഡ് ഓഫ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ. സോ ദിസ് വാസ് ദി പ്രൊപ്പോസിഷൻ ആർഗ്യുമെൻറ്റ് ബൈ ദ സ്കൂൾ ഓഫ് തോട്ട് ഓഫ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. ഇനി അവരുടെ കാര്യം നമ്മളിങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ നമ്മൾ 6, 4 SRPC 2, SRPC 1 അല്ലേ, ഞാനിങ്ങനെ എലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ PG കുട്ടികളാണല്ലോ, ഡിഗ്രി കുട്ടികളാണെങ്കിൽ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടും. ഉണ്ട് SRPC 1, അതിൽ നിന്ന് നമ്മൾ SRPC 2ലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുക. മോണിറ്ററിസ്റ്റിൻ്റെ വർഷമാണ് ഇങ്ങനെ പോകാൻ, എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവിലാണ് ഇങ്ങനെ പോകാൻ. ഇതല്ല, ഇങ്ങനെ തന്നെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ SRPC 3ലേക്ക് പോകും. ഓക്കെ, ഇവിടെ ഒരു D എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇത് D ആയിരിക്കുമല്ലോ, V ആയിരിക്കുമല്ലോ. ഈ ഒരു പാത്താണല്ലോ മോണിറ്ററിസ്റ്റിൻ്റെ, ഈ പാത്താണല്ലോ റാഷണൽ എക്സ്പെക്റ്റേഷൻ്റെ. ഇപ്പം കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇങ്ങനെ ഒരു പാത്ത് വരാനുള്ള കാരണം എന്നറിയാം, പീപ്പിൾ ആർ വെരി സോഫിസ്റ്റിക്കേറ്റഡ്, ദേ ആർ വെരി ഇൻ്റലിജൻറ്റ്, ദേ ക്യാൻ ട്രാക്ക് എവറിത്തിങ് വെരി ഈസിലി. ഓക്കെ, ആൻഡ് ദേ റെസ്പോണ്ട് വെരി ക്വിക്ക്ലി ടു ചേഞ്ചസ് ഇൻ ഇൻഫ്ലേഷൻ. ദ ഡിമാൻഡ് ഹയർ വേജ് ഇൻക്രീസ് ക്വിക്ക്ലി so that there is no gap between changes in the price of commodities and the wage rate, so that the producers cannot get an opportunity to what we can say to increase employment by offering a reduced wage rate. ഓക്കെ, സോ അങ്ങനെ എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ പറ്റിയില്ല, അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതായിരിക്കും ലോങ് റണ്ണിൽ. ഓക്കെ, പിടിയിട്ടില്ലോ. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഡയഗ്രം നമുക്ക് മനസ്സിലായി, ലോജിക്ക് ഇതാണ്. ആളുകൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പം എക്സ്ട്രാ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കേട്ടോ, അത് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് വെച്ചാലാണ് ഞങ്ങളോട് സാറ് ഈ ഗ്രൂപ്പുകാരെ കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കോളേജിൽ, എക്സ്ട്രാ റാഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ തിയറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അവരത്ര എന്താണ് ഒരു ബ്രേക്ക് അവേ ഗ്രൂപ്പ് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അവരുടെ ഒരു ഹൈപ്പോത്തസിസ് ആണ്, ആളുകൾ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, കാൽക്കുലേറ്റഡ് ആണ്, ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യും, ക്വിക്കായിട്ട് തന്നെ അവർ കാര്യങ്ങൾ അസിമുലേറ്റ് ചെയ്യും എന്നുള്ളത്. ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. SRPC 1, 2 എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങ് എഴുതി വെച്ചാൽ മതി. not much difficulty is there understanding this theory. So okay, so policy implication, the rational expectations group എന്ന് ചുമ്മാ വേറൊരു ഷോർട്ട് ഫോം ഇട്ടേക്കുന്ന hypothesis assume that people have all the relevant information and economic variables
ഇപ്പോൾ ആർക്ക് ഇൻഫ്ലേഷനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. എനി ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദി ആക്ച്വൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ദെയർ എക്സ്പെക്റ്റഡ് റേറ്റ് ഇസ് ഓൺലി ഇൻ ദി നേച്ചർ ഓഫ് റാൻഡം എറർ. നമുക്കിങ്ങനെ പറയാമല്ലോ, ആൾക്കാർ 4% 3% ഇൻഫ്ലേഷൻ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതൊക്കെ ഒരു എറർ മാത്രം, അവർ കൃത്യമായിട്ട് പ്രതീക്ഷിച്ച് റെസ്പോണ്ട് ചെയ്യും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇംപ്ലിക്കേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് മോണിറ്ററി പോളിസി ഈസ് അൺഎബിൾ ടു ചേഞ്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ അവർക്ക് പറ്റുകയില്ല എന്ന്. ദിസ് മീൻസ് ദാറ്റ് ഇക്കോണമി ക്യാൻ only to be left or right of the natural rate of unemployment of the long run Phillips curve in random manner. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ലെഫ്റ്റ് ഇതിൻ്റെ റൈറ്റ് ഒരു റാൻഡമായിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരാം. ഓക്കെ, കൂടുതൽ സമയം നിൽക്കില്ല. ദസ് ദി ഇംപ്ലിക്കേഷൻ ഇസ് ദാറ്റ് സ്റ്റെബിലൈസേഷൻ പോളിസി ഇസ് ഇൻഎഫക്റ്റീവ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ പോളിസി ഇത് കുറയ്ക്കാനും ഒക്കെയുള്ള പോളിസി എന്താണ്, ഇൻഎഫക്റ്റീവ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാനും ഒക്കെ പോളിസി ഇൻഎഫക്റ്റീവ്. ദേ ഷുഡ് ബി അബാൻഡൻഡ്, അത് ഉപേക്ഷിച്ച് കളയാനേ പറ്റുള്ളൂ എന്നാണ് ആരുടെ കാഴ്ചപ്പാട്, റാഷണൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അത്രയേ ഉള്ളൂ തിയറി. സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു ഇപ്പോൾ സംശയം ചോദിക്കാനുള്ളൊരു മൂഡിൽ എനിക്കറിയാം, വിശപ്പിൻ്റെ വിളികളായിരിക്കും, സാരമില്ല. അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ടോപ്പിക്ക്. വളരെ സിമ്പിളാണ്. ഇത് ശരിക്കും സിലബസിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ പോലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫിലിപ്സ് കർവ് ആണോ, റാഷണൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടത്. ഞാൻ ക്ലോസ് ചെയ്തോട്ടെ, ഒരു സെക്കൻഡ്. ക്ലോസ് ചെയ്യണ്ടല്ലോ, ഇത് ക്ലോസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം എഴുതി എഴുത്തൊക്കെ വായിക്കണമെന്ന് ഇവർ ചോദിക്കുക. അപ്പോൾ നമ്മൾ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്നൊരു അടുത്ത ടോപ്പിക്ക് എടുത്തരാം. അടുത്തത് ആക്സിലറേഷനിസ്റ്റ് ഫിലിപ്സ് കർവ്. റീഡ് മോഡിലിട്ടു. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാം. ഒരു സെക്കൻഡ്. പ്രസൻറ്റ് നൗ, വിൻഡോ, ഷെയർ. ഇപ്പോൾ കിട്ടുന്നതാണ്. ഞാൻ അവിടെ ഹൈഡ് ചെയ്തു. ഇപ്പോൾ പ്രസൻറ്റേഷൻ അവിടെ പയ്യെ ഒരു മിനിറ്റ് ഉണ്ട്. ഇപ്പോൾ വന്നതാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് അപ്രോച്ച്. ദിസ് ഈസ് ഓൾസോ എ വെരി സിമ്പിൾ അപ്രോച്ച്. ഓക്കെ, നമ്മൾ സിലബസിൽ ഇങ്ങനെ എലാബറേറ്റ് ചെയ്തിട്ടേക്കുക, അത്രമാത്രം നമ്മളൊരു ടഫല്ല. അതാണ് എൻ്റെ ഒരു സത്യം. നമ്മളത് പരീക്ഷയ്ക്ക് മാനേജ് ചെയ്യുന്ന രീതിയാണ് പ്രധാനപ്പെട്ടത്. അപ്പം ഈ ആക്സിലറേഷനിസ്റ്റ് ഫിലിപ്സ് കർവ് എന്താണെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും അറിയാം, സ്പീഡ് കൂട്ടുക. അപ്പോൾ എന്താണ് സ്പീഡ്? ഇൻഫ്ലേഷൻ്റെ സ്പീഡാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈ തിയറി എന്താണെന്ന് പഠിച്ചു നോക്കാം. മിൽട്ടൺ ഫ്രീഡ്മാൻ നമ്മൾ പഠിച്ചു. എവിടുത്തെ ആളാണ്? ചിക്കാഗോയുടെ ആൾ. നമ്മൾ അദ്ദേഹത്തെ മോണിറ്ററിസ്റ്റ് സ്കൂളിൻ്റെ ഗാന്ധിയായിട്ട് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. എഡ്മൺ ഫെലിപ്സ്, ഇത് നെഹ്റുവായിട്ട് നമുക്ക് പഠിപ്പിക്കാം. അങ്ങനെയല്ല കേട്ടോ, മോണിറ്ററിസ്റ്റിൻ്റെ വലിയ ആളാണ്. ഇവർ രണ്ടുപേരും കൂടി ഈ മോണിറ്ററിസ്റ്റാണ്. പിന്നെ അന്ന സ്കോർസ് ജേക്കബ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്ക് കൂടിയാണ് ഈ മോണിറ്ററിസ്റ്റെ വലിയൊരു പ്രസ്ഥാനമായിട്ട് ചിക്കാഗോ യൂണിവേഴ്സിറ്റി വളർത്തിയത്. ഏത് തിയറി വന്നാലും ഇവർ ആ തിയറിയുടെ ഒരു മോണിറ്ററിസ്റ്റ് വേർഷൻ കൊണ്ടുവരും. ഫിലിപ്സ് കർവിൻ്റെ വേർഷൻ നമ്മൾ കണ്ടാണല്ലോ. അവരുടെയാണ് എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. പിന്നെ നമ്മൾ പുതുതായിട്ട് നിയോ കെയ്നീഷ്യൻ ഫിലിപ്സ് കർവ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടോ, ആ സിലബസിലില്ല. NKPC എന്ന് പറയും. NKPC നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷേ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. NKPC സിലബസിൽ പറയേണ്ടതായിരുന്നു, ആക്സിലറേഷൻ പറഞ്ഞില്ലേലും. ഓക്കെ, നമ്മൾ ഫ്രീഡ്മാനെ ഫെലിപ്സിനെ കുറിച്ച് കാണാം. ഇലാബറേറ്റ് എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ്. ദേ ബിലീവ്ഡ് ദാറ്റ് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് വർ ഡിറ്റർമൈൻഡ്. ഒരു സെക്കൻഡ്, ശോക ഒന്ന് അഡ്മിറ്റ് ചെയ്യട്ടെ. ചോറിൻ്റെ അയച്ച് വന്നായിരിക്കും. അഡ്മിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ ചോറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാം മറന്നു. ദേ ബിലീവ്ഡ് ദാറ്റ് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് വർ ഡിറ്റർമൈൻഡ് അഡാപ്റ്റീവ്ലി. അപ്പോൾ നമ്മൾ ഇവർ പറഞ്ഞ അഡാപ്റ്റേഷൻ എക്സ്പെക്റ്റഡ്, അത് ഞാൻ പറയേണ്ട കാര്യമില്ല, പഠിച്ചാൽ. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ യൂസ് ലാസ്റ്റ് ഇയേഴ്സ് ഇൻഫ്ലേഷൻ റേറ്റ് ആസ് എ ഗൈഡ് ടു വാട്ട് എക്സ്പെക്ട് ദിസ് ഇയർ. ഓക്കെ, അതൊക്കെ അങ്ങ് വിളിച്ചാൽ നമ്മൾ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. സോ ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് നാച്ചുറൽ റേറ്റ്. വെൻ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ബിലോ ഇറ്റ്സ് നാച്ചുറൽ റേറ്റ്, ഇൻഫ്ലേഷൻ വിൽ ബി ഇൻക്രീസിങ് ഓർ ആക്സിലേറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്. ഇതാ ഇവിടെ കിടക്കുന്നത് എന്താണ്? വെൻ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ബിലോ ദ നാച്ചുറൽ. ഇനി ഞാനിവിടെ ഡയഗ്രം എടുക്കുന്ന ഏറ്റവും എളുപ്പം അല്ലേ, എല്ലാ കാര്യത്തിലും ഡയഗ്രം എളുപ്പം. ഈ ഡയഗ്രം ഞാൻ കോപ്പി അടിച്ചാൽ നിങ്ങൾക്ക് കണ്ടറിയാലോ. ഞാൻ തന്നെ വരയ്ക്കാവുന്നതായിരുന്നു, പക്ഷേ ഒരു സംഭവം അവിടെ കിടക്കുമ്പോൾ പിന്നെ നമ്മളത് വൃത്തിയായിട്ട് എടുക്കുമ്പോൾ നമ്മൾ വരച്ച് മോശമാക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. മനസ്സിലായാലോ? അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ കൂടെ നമുക്ക് ഫിലിപ്സ് കർവ് വർക്കൗട്ട് ചെയ്ത്, ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ആണല്ലോ, അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ നോക്കുക, അന്നേരം ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞത്.
അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോസസ്സ് ഇവർക്കുള്ള റെലവൻറ്റ് ഫിലിപ്സ് കർവ് എല്ലാം സെയിമാണ്, നമുക്ക് കണ്ടറിയാം, ഒത്തിരി തീർത്ത് നമ്മൾ പഠിച്ചു. അപ്പോൾ സോ ഇൻഫ്ലേഷൻ വിൽ ബി ആക്സിലറേറ്റിംഗ് ആൻഡ് പീപ്പിൾ വിൽ ബി സ്റ്റെബിലൈസിങ് ദർ എക്സ്പെക്ടേഷൻസ്, സോ ദാറ്റ് ഇൻഫ്ലേഷൻ വിൽ ബി കമ്മിങ് ബാക്ക്. Inflation will be stabilizing at this level, unemployment will be coming back to its natural or long run rate. അത്രയേ ഉള്ളൂ സംഭവം. എന്ന് വിയിലേക്ക് പോകുന്നതും സിന്ന് ഡിയിലേക്ക് പോകുന്നതായിരിക്കും ആക്സിലറേഷൻ ആയിരിക്കും. എന്താണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ ആയിരിക്കും ആക്സിലറേറ്റ് ചെയ്യുന്നത്, ശരിയല്ലേ? പിന്നെ എന്ത് ചെയ്യും? ആളുകളെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം അഡാപ്റ്റ് ചെയ്തു. വാക്ക് അങ്ങനെയാണ്, ആരുപയോഗിച്ച വാക്ക്? മോണിറ്ററിസ്റ്റ്. എക്സ്പെക്റ്റേഷൻസ് എന്ത് ചെയ്തു? അഡാപ്റ്റ് ചെയ്തു. അവർക്ക് മനസ്സിലായി നേരത്തെ ഉണ്ടായിരുന്ന ഈ ചെറിയ ഇൻഫ്ലേഷൻ 0% ഇൻഫ്ലേഷൻ അല്ല, നമ്മളിപ്പോൾ ഒരു 2% ഇൻഫ്ലേഷനിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? വേജ് റേറ്റ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? തൊഴിലവസരങ്ങൾ കുറയും, തിരിച്ച് സിയിലേക്ക് വരും. ഒരു സെക്കൻഡ്, അലീനായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചെങ്ങോട്ട് വരും? സിയിലേക്ക് വരും. അപ്പം എയിന്ന് ബിയിലേക്ക് പോകുന്ന പോക്കാണ് ആക്സിലറേഷൻ. മനസ്സിലായോ? എന്താണ് ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യും? നമ്മൾ ഈ നാച്ചുറൽ റേറ്റിൽ നിന്ന് എപ്പോഴൊക്കെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ നോക്കി, ഇങ്ങോട്ട് പറയുകയാണല്ലോ, ഇത് പറഞ്ഞു കുറയ്ക്കാൻ നോക്കി, അല്ലെങ്കിൽ ഇത് പറഞ്ഞു അങ്ങനെ കുറയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ ആക്സിലറേറ്റ് ചെയ്യും. ഇത് പറഞ്ഞത് ആരൊക്കെ തന്നെയാണ്? നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഗ്മെൻറ്റഡ് ഫിലിപ്സ് കർവ് കൊണ്ടുവന്ന മോണിറ്ററിസ്റ്റുകൾ. ആരൊക്കെ? ഫ്രീഡ്മാൻ ഫെൽപ്സ് തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രത്യേക സ്കൂൾ ഓഫ് തോട്ടായിട്ടൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് കാണേണ്ട ആവശ്യമില്ല. ആക്സിലറേറ്റ് ചെയ്യും ഇൻഫ്ലേഷൻ. ഓക്കെ, സോ ഇതാണ് ഇവരുടെ കാഴ്ചപ്പാട്. വീട്ടിൽ നമുക്ക് ഒരേ ഫിലിപ്സ് കർവ് കൊണ്ട് എത്ര തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും അല്ലേ? സോ ദാറ്റ് ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് ദിസ് ആക്സിലറേഷനിസ്റ്റ് ഫിലിപ്സ് കർവ്. ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ്. ഡിലീറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല, ഒത്തിരി അവിടെ വര വരച്ചുകൊണ്ടേ അങ്ങനെ പെട്ടെന്ന് പോകില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടേ ഒരു രക്ഷയില്ല. ഞാൻ ഒന്നുകൂടെ വി മോഡിലിട്ടിട്ട് കളക്കി പറഞ്ഞ കേട്ടോ, ചുമ്മാ തമാശന് പറഞ്ഞാൽ സീരിയസ് ആക്കിക്കരുത്. ഡിലീറ്റ് ചെയ്യാൻ നോക്കട്ടെ, നടക്കുന്നില്ല. തോൽവി സമ്മതിച്ച് ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്നത് നല്ലെന്ന് തോന്നുന്നു. ഡിലീറ്റ് എടുത്തു. ഓക്കെ, so the accelerationist hypothesis states that pushing unemployment below its natural rate, this is the natural rate, pushing unemployment below its natural rate results in accelerating inflation. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, പറഞ്ഞാൽ തന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. This happens because households and business are aware of the current inflation rate and will change their expectations of future inflation lot if current inflation changes. ഇപ്പോൾ ഇൻഫ്ലേഷൻ ചേഞ്ച് ആണെങ്കിൽ അതിനനുസരിച്ച് ഇവർ അഡ്ജസ്റ്റ്. ദിസ് അസംഷൻ വാസ് റെലവൻറ്റ് ഡ്യൂറിംഗ് 97. നമ്മൾ അതിൻ്റെ ക്രിറ്റിസിസം പറയാം. ബട്ട് ദി ആക്സിലറേഷൻ ഹൈപ്പോത്തിസിസ് റെസ്റ്റ് ഓൺ ദി അസംഷൻ ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ ബിസിനസ് ആർ അവെയർ ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഫൈൻഡ് ദി ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദം ടു മേക്ക് ദർ എവറിഡേ ഡിസിഷൻ. ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കുന്നു, ഞാൻ ബാങ്കിൽ സേവ് ചെയ്യുന്നു, ഞാൻ സ്ഥലം മേടിക്കുന്നു, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതല്ലോ. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഇൻഫ്ലേഷൻ നമ്മളെപ്പോഴും കണക്കിലെടുക്കണം നിർബന്ധമില്ല. ദിസ് അസംഷൻ വാസ് റെലവൻറ്റ് ഡ്യൂറിംഗ് 97. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 1970s വെൻ ഇൻഫ്ലേഷൻ വാസ് വെരി ഹൈ. ഓക്കെ, high enough that people had to think about it always and always during night, during daytime, when they're spending income etc. They should take care of inflation. Now in the western world inflation is not that much high. Okay, so this theory is not that much relevant now. That is our criticism about acceleration hypothesis. ഓക്കെ, അതുകൊണ്ട് ഈ തിയറിക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ആക്സിലറേഷനിസ്റ്റ് perspective of the Phillips curve. Remember, what is accelerating? Inflation will be accelerating. ഓക്കെ, പ്രീട്ടില്ല. അപ്പോൾ ഞാൻ ഈ പ്രസൻറ്റേഷൻ, അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ, സിമ്പിൾ തിയറിയാണ്. ഇതിന് ശേഷം വന്നതാണ് നെഹ്റു. അപ്പോൾ നെഹ്റു ആക്സിലറേഷൻ നമ്മളൊരു കമ്പാരിസൺ നിങ്ങൾ നോക്കേണ്ടി വരും. ഒരു സെക്കൻഡ്, ഞാൻ ഡിലീറ്റ് ചെയ്തു, നമുക്ക് എക്സിറ്റ് ചെയ്തോട്ടെ. എക്സിറ്റ് ചെയ്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കേട്ടോ. ഞാൻ നമ്മൾ ഓർത്തു. ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു തിയറിയും കൂടെ ഉള്ളൂ. പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ഫിലിപ്സ് കർവ്. ഇതും കൂടെ ചോദിച്ചാലോ എന്ന് വിചാരിച്ചെടുത്തിരുന്ന കേട്ടോ. എടുത്തു ഫീഡ് മോഡ് ഇട്ടു. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാം. പ്രസൻറ്റ് വിൻഡോ ഷെയർ. ഓക്കെ, നൗ നമ്മളിതിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻ, ഈ ഫിലിപ്സ് കർവ് അതിൻ്റെ പോളിസി ഇംപ്ലിക്കേഷൻ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടു. എന്താണ് ഒരു പ്രധാനപ്പെട്ട പോളിസി ഇംപ്ലിക്കേഷൻ? നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും.
ഇത് നമുക്ക് എല്ലാവർക്കും പറയാറ്. ഇൻഫ്ലേഷൻ കൂട്ടാൻ എന്ത് ചെയ്താൽ മതി? മണി സപ്ലൈ കൂട്ടിയാൽ മതി അല്ലേ? മണി സപ്ലൈ കൂട്ടി എല്ലാം ഓക്കെയാണ്. അപ്പം നമ്മളതൊരു ചെറിയ കാഴ്ചപ്പാടാണ്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെയാണോ? ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഏത്? അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനും അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷനും കൂടെ കുറയ്ക്കാനും രണ്ടും മോശമാണല്ലോ. ഇതിനൊക്കെ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്നോ നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത്? ഫിസിക്കൽ പോളിസി ഉപയോഗിച്ച് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ ഒരുമിച്ച് കുറയ്ക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഡയഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ദ ഫിലിപ്സ് കർവ് ഹാസ് ഇമ്പോർട്ടൻറ്റ് പോളിസി ഇംപ്ലിക്കേഷൻ. 10-40 വർഷം എന്ത് ചെയ്യുന്നു? ഇക്കണോമിക് പോളിസി ഫീൽഡിൽ ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുകയും അതുപോലെ തന്നെ അമ്യൂസ് ചെയ്യിക്കുകയും ചെയ്യപ്പെട്ട ഒരു പോളിസി ടൂളാണ് നമ്മുടെ ഈ ഫിലിപ്സ് കർവ്, കുഞ്ഞ് ഒരു downward sloping curve. Okay, it suggests that the extent to which monetary policy and fiscal policy can be used to manipulate inflation. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇൻഫ്ലേഷൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടി അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാം. യു ക്യാൻ ഹാവ് എ മിനിമം എന്നാണ് ഇവർ പറയുന്നത്, വിത്തൗട്ട് ഹൈ ലെവൽസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എത്രമാത്രം ഹൈ ലെവൽസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതെ ഇൻഫ്ലേഷൻ എങ്ങനെ ടോളറേറ്റ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് പ്രൊവൈഡ്സ് എ ഗൈഡ് ലൈൻ ടു ദി അതോറിറ്റീസ് അബൌട്ട് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ബി ടോളറേറ്റഡ്. എത്രമാത്രം നമുക്ക് ഇൻഫ്ലേഷൻ ടോളറേറ്റ് ചെയ്യാം with a given level of unemployment. Okay, for this purpose it is important to know the exact position of the Phillips curve. If the curve is PC1, പിന്നെ നമ്മൾ ഡയഗ്രത്തിലേക്ക് പോകട്ടോ. ഇവിടെ നമ്മൾ നോക്കുക Phillips curve 1, Phillips curve 2. you know this Phillips curve, what is feature? This is point D, this is point F. D വരച്ചു കേട്ടോ, F. ഈ എഫിൻ്റെ പ്രത്യേകത അറിയോ? ഇൻഫ്ലേഷൻ കുറവാണ്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ ഇത്രയും കുറവാണ്, അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതല. ഡിയുടെ പ്രത്യേകത ഇൻഫ്ലേഷൻ കൂടുതല U1-ലാണ് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ വരുമ്പോഴോ അത് വലിയ കുഴപ്പമില്ലേ, അവിടെ ഇത്രയും കണ്ട് ഇൻഫ്ലേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റി. P2 P1 കണ്ട് ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ പറ്റി. അതിൻ്റെ ഡിയുടെ പ്രത്യേകത എന്താ? അത് താഴോട്ടുള്ള ഒരു ഫിലിപ്സ് കർവിലായിരിക്കുന്നത്, ശരിയല്ലേ? താഴേക്കുള്ള ഒരു ഫിലിപ്സ് കർവ്. അപ്പം നമുക്ക് നല്ല ഫിലിപ്സ് കർവ് എങ്ങനെയായിരിക്കും? നമ്മളെങ്ങനെയാണ് ഫിലിപ്സ് കർവ്? ഇവിടെയാണ് ഫിലിപ്സ് കർവ് എങ്കിൽ അത് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കണം. അത് മോണിറ്ററി പോളിസി കൊണ്ട് പറ്റിയാലെന്നാണ് പറയുന്നത്. ഫിസിക്കൽ പോളിസി കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം ഭയങ്കര കോൺട്രവേഴ്സിലാണ്. അപ്പോൾ ഈ ഫിലിപ്സ് കർവ് താഴോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു നേട്ടമാണെങ്കിൽ പോയിൻ്റ് എയും പോയിൻ്റ് ഡിയും തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് കിട്ടി. ഡിയിൽ നമുക്ക് ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷനാണ്, സെയിം ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റാണ്. ഇയിലോ നമുക്ക് ഇൻഫ്ലേഷൻ കുറച്ച് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് സെയിം ലെവലിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേറൊരു ഡയഗ്രാം വരച്ചാലോ? ഇവിടെയാണെങ്കിലോ ഇച്ചോടെ ഫേദ ഇതുണ്ടോ? ഈ ലെവൽ ഓഫ് P1 ലെവൽ ഓഫ് ഇൻഫ്ലേഷനിൽ നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഫുൾ എംപ്ലോയ്മെൻറ്റ് കിട്ടി, എല്ലാവർക്കും തൊഴിൽ. അപ്പോൾ ഈ ഫിലിപ്സ് കർവിൽ വരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അങ്ങനെ വരാനുള്ള പോളിസികൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് നമ്മളിപ്പോൾ പറയാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഇംപ്ലൈസ് ദ ലോവർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ ക്യാൻ ബി ട്രേഡ് ഓഫ് ഫോർ ലോവർ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഈ പോലുള്ള പോയിന്റുകൾ കാണിക്കുന്നതിന് പറയും ലോവർ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് കിട്ടും ലോവർ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാം ദസ് ബൈ ഒബ്സർവിങ് ദി പൊസിഷൻ ഓഫ് ദി ഫിലിപ്സ് കർവ്. റിമെമ്പർ ദി പൊസിഷൻ, ദിസ് ഈസ് ദ പൊസിഷൻ ഹാസ് ബീൻ ഷിഫ്റ്റഡ് ഡൗൺവേർഡ്സ്, അഗൈൻ ഇറ്റ് ഹാസ് ബീൻ ഷിഫ്റ്റഡ് ഡൗൺവേർഡ്സ്. സോ ദിസ് ഈസ് എ ഡിസൈറബിൾ ചേഞ്ച്. ആൻഡ് ടു മേക്ക് സച്ച് എ ചേഞ്ച് ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ദി ഫിലിപ്സ് കർവ്, വാട്ട് ദി ഗവൺമെൻറ് ഹാസ് ടു ഡു? ഇറ്റ് ഹാസ് ടു വാട്ട് വി ക്യാൻ സേ ഇംപ്രൂവ് ദി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അല്ലെ, സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം കൂടെ നല്ല സ്കില്ല് തന്നാൽ മതി. അപ്പോൾ നമുക്ക് നല്ല സ്കില്ല് കിട്ടി, നമുക്ക് എംപ്ലോയബിലിറ്റി കിട്ടി, അല്ലെങ്കിൽ കമ്പനികൾ വളർന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ ഈ മോണിറ്ററി പോളിസിക്കും ഫിസിക്കൽ പോളിസിക്കും പുറത്തുള്ള പല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത എന്ത് ചെയ്യും ഈ സംഭവം, അല്ലെങ്കിൽ ഫിലിപ്സ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമ്മളതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയും. എന്താണ് അതിനൊരു പേരിട്ടു? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. ഡെമോക്രസി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോടതി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ലാൻഡ് റിഫോം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഫിലിപ്സ് കർവ് ഫാക്ടേഴ്സ് എഴുതിക്കട്ടെ, ഫിലിപ്സ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഇൻഫ്ലേഷൻ ഒരു ട്രേഡ് ഓഫ് ഉണ്ട്, ആ ട്രേഡ് ഓഫ് വെച്ച് നമുക്ക് ഇൻഫ്ലേഷൻ കുറച്ച് കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് തിരിച്ച് ഇങ്ങനെ ലോങ് റണ്ണിൽ വരും എന്ന് നമ്മൾ ലോങ് റൺ ഫിലിപ്സ് കർവിൽ പറഞ്ഞതാണ്. അപ്പം ഒരു വഴിയുള്ളൂ ഇത് ഇങ്ങോട്ട് താഴോട്ട് വരിക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ലോങ് റൺ ഫിലിപ്സ് കർവ് തന്നെ ഇങ്ങോട്ട് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഈ ഫിലിപ്സ് കർവ് തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പം കുറച്ച് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഇവിടെ ആയിരിക്കും. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഫുൾ എംപ്ലോയ്മെൻ്റ് ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അങ്ങനെ പോളിസികൾ ഗവൺമെൻറ് എടുക്കണം എന്നാണ് നമുക്ക് ആൻസർ ഷീറ്റിൽ പറയേണ്ടത്. ഓക്കെ, ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ഫിലിപ്സ് കർവ്, ദി അതോറിറ്റീസ് ക്യാൻ ഡിസൈഡ് അബൌട്ട് ദ നേച്ചർ ഓഫ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി ടു ബി അഡോപ്റ്റ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മോണിറ്ററി പോളിസി ഫിസിക്കൽ പോളിസിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി ഉപയോഗിച്ച് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു ഡയഗ്രം ഇട്ടേക്കോട്ടെ. ഡയഗ്രം എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി പോളിസി എടുക്കാം. ഇംപ്രൂവ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ, ലേബർ മാർക്കറ്റ് ഇമ്പ്രൂവ് ചെയ്യുക, നമുക്ക് നല്ല സ്കില്ല് തരിക. മനസ്സിലായല്ലോ? നിങ്ങൾ എക്കണോമെട്രിക്സ് അനാലിസിസ് ഒക്കെ പഠിച്ചു, ഞാനും പഠിച്ചു, നമുക്കൊക്കെ നല്ല ജോലി കിട്ടി. എനിക്കിനി
ആ ജോലിയൊന്നും കിട്ടില്ലായിരിക്കും. നിങ്ങൾക്ക് നല്ല നല്ല ജോലി കിട്ടി. അപ്പോൾ അതല്ലെങ്കിൽ നല്ല കമ്പനികൾ നമുക്ക് ജോലി ചെയ്യാവുന്ന കമ്പനികൾ വരുന്നത് അതെല്ലാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സാണ്. പിന്നെ ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി നമ്മൾ തഴയണ്ട, കാരണം നമ്മുടെ ഇക്കണോമിസ്റ്റുകാരുടെ കയ്യിൽ അതൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതും നന്നായിട്ട് ഉപയോഗിക്കണമെന്ന് നമ്മളങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് 1, 2, 3 വെച്ച് ലേബർ മാർക്കറ്റൊക്കെ റിഫോം വെച്ചിട്ട് നമുക്ക് ഫിസിക്കൽ ഫിലിപ്സ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ട് ഒരു ഡയഗ്രാം കൊടുത്തേക്കാം. SRPC 3ൽ നിന്നും 2ലേക്കും പിന്നെ 1ലേക്കും എന്ത് ചെയ്യുക, ഫിലിപ്സ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസീസ് ആർ നീഡഡ് ടു ഷിഫ്റ്റ് ദി ഫിലിപ്സ് കർവ് downwards to get a better trade-off. Okay, so throughout this diagram we can have better trade-off. മനസ്സിലായല്ലോ. സെയിം ലെവൽ 6% ഇൻഫ്ലേഷൻ, ഇവിടെയാണെങ്കിൽ 8% അൺഎംപ്ലോയ്മെൻറ്റ്, ഇവിടെയാണെങ്കിൽ 4%, 2%. ഈ പോയിന്റിലേക്ക് നമ്മൾ വരാൻ നോക്കുക. അതിന് നമ്മൾ ഫിസിക്കൽ പോളിസി ഉപയോഗിക്കുക, അതിന് നമ്മൾ മോണിറ്ററി പോളിസി ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സും കൂടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസികൾ കൊണ്ടുവന്ന് ലേബറിന് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊടുത്ത് നമുക്ക് നല്ല വിദ്യാഭ്യാസം തന്ന ആളുകൾക്ക് സ്കില്ല് കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടി കമ്പനികളെ പ്രൊമോട്ട് ചെയ്ത് ഈ താഴെയുള്ള ഫിലിപ്സ് കർവിലേക്ക് നമ്മൾ കൊണ്ടുവരും. അവിടെ നമുക്കൊരു ബെറ്റർ ട്രേഡ് ഓഫ് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ പോളിസി ഇംപ്ലിക്കേഷൻസ് ഓഫ് വാട്ട് വി ക്യാൻ സേ the Phillips curve. And again you can have one more diagram which I have not drawn here. ഈ ലോങ് റൺ ഫിലിപ്സ് കർവ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാം, അത് ഈ പോളിസിയിലൂടെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാം. പക്ഷേ ഞാനിവിടെ ഷോർട്ട് റൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, നൗ thus if the government wants to have a genuine full employment level of nature, it must be used, it must not use എന്ന് പറഞ്ഞാൽ മാത്രം മോണിറ്ററി പോളിസി മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ മാറ്റണം, റെസ്ട്രിക്റ്റീവ് പ്രാക്ടീസ് നമ്മൾ മാറ്റണം. മോണിറ്ററി പോളിസി കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ലേബർ മാർക്കറ്റ് പോളിസീസ് whereby labor market can be made more efficient. So that is a way in which we can have a better trade-off by downward shifting the Phillips curve. ഓക്കെ, പിടിയിട്ടില്ലോ? ഇത്രയേ ഉള്ളൂ നമുക്ക് ആ ടോപ്പിക്ക്. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഷോർട്ട് ടേൺ നമ്മൾ എവിടെയാണ് പറഞ്ഞത്, അത് നമ്മൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസിലാണ് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക് ആസ് വെൽ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സംശയമൊന്നും ഇല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം, വീഡിയോയും കണ്ടൻറ്റും ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് വർക്കിലോട് അല്പം കൂടുതലാണ്ട് ഇന്ന് ഞാൻ അസൈൻമെൻ്റ് ഒന്നും തരുന്നില്ല കേട്ടോ. വേറെ ദിവസം തരാം, വെള്ളിയാഴ്ച തരാം, അല്ലെങ്കിൽ നാളെ തരാം. ഇന്ന് അസൈൻമെൻ്റ് ഒന്നും വേണ്ട. പക്ഷേ ഒന്ന് വായിച്ച് നോക്കിക്കണം. സിമ്പിളാണല്ലോ, വലിയ ടഫൊന്നുമില്ല. വായിച്ച് നോക്കി നമുക്ക് ഇവിടെ കിട്ടാവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എസ് ആയിട്ട് ചോദിച്ച് ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് എഴുതണം കേട്ടോ. അത് മിക്സ് ചെയ്ത് കമ്പയർ ചെയ്ത് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെയൊക്കെ എഴുതണം. ഇത് കൂടുതലൊന്നും നമുക്ക് ഈ ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനില്ല. അതുകൊണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പോളിസി ഇംപ്ലിക്കേഷൻസ് പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ചിലപ്പോൾ ചോദിക്കാം, അതും പ്രധാനപ്പെട്ടാണ്. രണ്ടും നിങ്ങൾ നോക്കിക്കണം. അടുത്ത ടോപ്പിക്ക് നമ്മൾ നോക്കണം, ആക്സിലറേഷനിസ്റ്റ് പോളിസി നമ്മൾ നോക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ആരോടാ ചോദിക്കേണ്ടത്? ഗോപിക KN. ഹലോ, നീ കേൾക്കുന്നുണ്ടോ? പിടികിട്ടിയോ? അപ്പോൾ ശരി തന്നെ, നിങ്ങൾ പോയി ചോറുണ്ടോ? ബൈ, നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, വെൽക്കം. Thank you, sir. വെൽക്കം. Thank you, sir. ഓക്കെ, വെൽക്കം.